എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെന്ററിൽ മാത്രം വേറൊരു പീസ് എക്സ്ട്രാ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ഒരു കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് എലൈൻ മോഡൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എലൈൻ മോഡൽ ചെയ്യാം. നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ അടുപ്പിച്ച് നമ്മൾ കുറെ എലൈൻ കുർത്തിന്റെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് കുർത്തി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ മെറ്റീരിയൽ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്യുർ കോട്ടണിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ 1/2 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു ക്ലോത്തും കൂടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. അതായത് 2 സൈഡിലായിട്ട് കൊടുക്കണം. നമ്മൾ തംബ്നെയിലിൽ കൊടുത്ത ഫോട്ടോ പോലെ 2 സൈഡിലായിട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്ലോത്തും കൂടി അതിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. 1/2 മീറ്റർ എടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. ആ 44 ഇഞ്ച് മാത്രമേ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കൂടുതൽ ലെങ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കണം. പക്ഷെ അത് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു 44 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യുന്നത്. 44 ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 42 ഇഞ്ചാവും. 42.5 ഇഞ്ച് ആവും കേട്ടോ. നമ്മൾ സെന്ററിൽ കൊടുക്കുന്ന ഈ ഒരു പീസ് നമ്മൾ 10 ഇഞ്ച് വിഡ്ത്തിൽ ഈ ഫുൾ ലെങ്ത്, അതായത് 44 ഇഞ്ച് ഫുൾ ലെങ്ത്തിൽ 10 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 10 ഇഞ്ച് വിഡ്ത്ത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെന്ററിൽ 9 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഒരു സെന്റർ പീസ് ചെയ്യുന്നത്. പക്ഷെ 2 സൈഡിലേക്ക് നമുക്ക് ഹാഫ് ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 10 ഇഞ്ച് വിഡ്ത്തും 44 ഇഞ്ച് ലെങ്ത്തിലും പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക് ബ്ലാക്ക് കളർ പീസ് 2 മീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 മീറ്ററിനെ ഞാൻ എങ്ങനെയാ കട്ട് ചെയ്തെടുത്തതെന്ന് ആദ്യം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തി ചെയ്യുന്ന സമയത്ത് എനിക്ക് സീം അലവൻസ് അടക്കം 11 ഇഞ്ചാണ് വേണ്ടത്. അതായത് മടക്കിയിടുമ്പോൾ ക്ലോത്ത് മടക്കിയിടുന്ന സമയത്ത് 11 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൺസിഡർ ചെയ്തിട്ട് 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 12 നമ്മൾ നേരത്തെ സെന്ററിൽ പീസ് കട്ട് ചെയ്യുന്ന 9 ഇഞ്ചാണ് കട്ട് ചെയ്ത് വെച്ച്, അതായത് 10 ഇഞ്ചാണ്, പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 9 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 9 ഇഞ്ച് എന്ന് പറയുന്നത് മൊത്തമായിട്ടുള്ള അളവാണ്. ഇതിനെ നമ്മൾ മടക്കി ഇടുന്ന സമയത്ത് 4.5, അതായത് 4.5 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പൊ ഈ 12 നമ്മൾ എന്ത് ചെയ്യുന്നു, 4.5 ഇഞ്ച് മൈനസ് ചെയ്യുന്നു. 12 4.5 ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടുക. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് 8 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊരു മീഡിയം സൈസിലുള്ള ആളാണ്. അപ്പൊ എനിക്ക് സാധാരണ നോർമൽ കുർത്തി ചെയ്യുന്ന സമയത്ത് 11 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് എടുത്തിട്ട് 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 12 നമ്മൾ നേരത്തെ സെന്ററിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4.5 ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് 7.5 ഇഞ്ചാണ് കിട്ടുക. അതിനോടൊപ്പം നമുക്ക് അതായത് സെന്ററിലുള്ള പീസ് നമ്മൾ നല്ല പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കണം. അങ്ങനെ 8 ഇഞ്ച്. അപ്പൊ 12 പ്ലസ് 8 കൂടി കൂട്ടുന്ന സമയത്ത് 20 ഇഞ്ച്. അപ്പൊ ഞാൻ ആദ്യം തന്നെ തുണീനെ ഇവിടെ 2 മടക്കിയിട്ടിട്ടുണ്ട്. 2 അതിന്റെ സൈഡ് വശങ്ങളെല്ലാം നമ്മുടെ കറക്റ്റ് അളവ് പ്രകാരം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 44 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തത്. കാരണം നമ്മൾ സെന്ററിൽ കൊടുക്കുന്ന പീസിന് ലെങ്ത് 44 ഇഞ്ചാണ്. സെയിം 44 ഇഞ്ച് തന്നെയാണ് ഇവിടെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ക്ലോത്ത് ഇവിടെ 2 മടക്കിയിട്ടിരിക്കുകയാണ്. 2 മടക്കിയിട്ടപ്പോൾ ഉള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. 44 ഇഞ്ചാണ് ലെങ്ത്. ഈ 20 ഇഞ്ച് എങ്ങനെയാ കിട്ടിയത് എന്നാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എലൈൻ കുർത്തിയാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എലൈൻ ചെയ്യാൻ എത്രയാണോ വിഡ്ത്ത് എടുക്കാന്ന് വെച്ചാൽ ആ വിഡ്ത്ത് നമ്മൾ സെന്ററിൽ കൊടുക്കുന്ന പീസ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ലാർജ് XL ഡബിൾ XL സൈസുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോഴും സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്ലോത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്ത് നമ്മൾ സെന്ററിൽ കൊടുക്കുന്ന പീസ് മൈനസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിടുന്ന സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഒരൊറ്റ പീസാണ് ഉണ്ടാവുക. അതായത് ഒരു പീസിനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട പോലെയാണ് ഉണ്ടാവുക. ബാക്കി പീസ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്താണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് 2 ഓപ്പൺ ആയിട്ട് ആണ് ഇരിക്കുക. താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ ബാക്ക് പീസ്. അതായത് ബാക്ക് പീസ് ആണ് നമുക്ക് ഫുള്ള് വേണ്ടത്. ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ സെന്ററിൽ വേറെ പീസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് പീസ് ഇതേപോലെ 2 ഓപ്പണിംഗ് ആയിട്ടുള്ള പീസ് ഇതേപോലെ ഉണ്ടാവുകയാണ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ കറക്റ്റ് 12 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ട സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഒറ്റ പീസാണ് ഉണ്ടാവുക. ബാക്കിലേക്കുള്ള പീസ് മറ്റേ സൈഡിലാണ് 2 പീസും കൂടി എക്സ്ട്രാ ഉണ്ടാവുക കേട്ടോ. അത് മറന്നു പോകരുത്. ഇനി ഇതിൽ വെച്ചിട്ട് വേണം നമ്മൾ അളവ് മാർക്ക്. ആദ്യം തന്നെ മടക്കിയിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മടക്കിയിട്ടാൽ മതി. ബാക്കി വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ സാധാരണ നോർമൽ കട്ടിങ് തന്നെയാണ് കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്യുക, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7.5 ഇഞ്ചാണ് ആം ഹോൾ. അതായത് 7 ഇഞ്ചാണ് ആം ഹോൾ. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൺസിഡർ ചെയ്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതേപോലെ എൽ ഷേപ്പ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്.
എന്നിട്ട് ആദ്യം നോർമൽ രീതിയിൽ വരയ്ക്കുന്ന പോലെ തന്നെ ബാക്കിലെ ആം ഹോളാണ് വരയ്ക്കുന്നത്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 4 മടിക്കുന്ന സമയത്ത്, അതായത് നോർമൽ ഒരു ചുരിദാർ ചെയ്യുന്ന സമയത്ത് 9 ഇഞ്ചാണ്. സെയിം അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്താൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളത് കാണാം. ഈ ഗ്യാപ്പ് നമ്മൾ എക്സ്ട്രാ എടുത്ത ക്ലോത്ത് ആണ് കേട്ടോ, അത് അങ്ങനെ അത് തന്നെ വിടുക. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത്. അതിന്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്താൽ മതി. ഹിപ്പിന്റെ കൂടെ എപ്പോഴും 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ എന്താ പറയുക സ്ലിറ്റ് അടിക്കുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എയർലൈൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം നമ്മൾ എത്രയോ എയർലൈൻ കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. അപ്പം കറക്റ്റ് ഒരേ അളവായിരിക്കും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത്. അതായത് ഹിപ്പ് പോയിന്റിന്റെ സീം അലവൻസ് അടക്കമുള്ള ആ വിഡ്ത്ത് കറക്റ്റ് അത്ര തന്നെ താഴെ മാർക്ക് ചെയ്തിട്ട് നേരെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കലുണ്ട്. കാരണം താഴെ എനിക്ക് കുറച്ച് വീതി ഉണ്ടാവുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ മാർക്ക് ചെയ്യണ പോലെ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ നമ്മൾ അളവുകളും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയത് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്കിലെ ആം ഹോൾ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുക. അതായത് ബാക്കിലെ പീസാണ് ഫുൾ ആയിട്ടുള്ള പീസ് ഉണ്ടാവുക, അതെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി 2 പീസിലും ഒന്നിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലെ ആം ഹോളും കൂടി കട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പീസ് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടും. അതാണ് നമുക്ക് ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ഇതേപോലെ 2 ചെറിയ പീസും സെന്ററിൽ നമ്മൾ കൊടുക്കുന്ന പീസ് വെച്ച് കവർ ചെയ്യുമ്പോൾ ഫുൾ പീസ് ആയിട്ട് വരും. അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത്, അതായത് 2 മീറ്റർ ക്ലോത്ത് എടുത്താൽ ബാക്കി നിങ്ങൾക്ക് 3/4 സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെ 4 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. എനിക്ക് അത്ര 3/4 സ്ലീവ് ഫുൾ സ്ലീവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്ലീവ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഞാൻ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ടോപ്പിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 3/4 സ്ലീവ് ചെയ്യുകയാണെങ്കിലും ഫുൾ സ്ലീവ് ചെയ്യുകയാണെങ്കിലും 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി. കുഞ്ഞു സ്ലീവ് ഇല്ലേ, ചെറിയ സ്ലീവ്, അത് ചെയ്യുകയാണെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് സീം അലവൻസ് ആയിട്ട് പോകുന്ന ഭാഗമാണ്, അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ടോപ്പിലും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതെന്തിനാ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് വശം തന്നെ ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ഫാബ്രിക് ആയിട്ട് ജോയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ 2 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ താഴെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു, മുകളിലും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 2 പോയിന്റും കൂടി സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആംഗിൾ ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക. അതേപോലെ നമ്മൾ സെന്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ പൊക്കി വരയ്ക്കുക. 1/2 ഇഞ്ച് ഇങ്ങനെ പൊക്കി റൗണ്ട് ആയിട്ട് വരച്ചിട്ട് ഈ സെന്ററിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് സെന്ററിൽ എത്തുന്ന സമയത്ത് 1/2 ഇഞ്ച് താത്തി വരയ്ക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുക. താഴത്തുള്ള വണ്ണത്തിനോടൊപ്പം ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇതേപോലെ സൈഡിൽ മാർക്ക് ചെയ്യുക കേട്ടോ, ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുക. സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇങ്ങനെ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് സ്ലീവ് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് കട്ടിങ് കഴിഞ്ഞിട്ട് 2 പീസും കൂടി നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഒന്നും കൂടി കുഴിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ ചുളിവുകൾ ഇല്ലാതെ കിട്ടാറുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ടിലേക്ക് മാറ്റി കട്ട് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് 3 പീസാണ് ഉണ്ടാവുക. 2 ബ്ലാക്ക് പീസും സെന്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പീസും, അങ്ങനെ നമുക്ക് 3 പീസാണ് കേട്ടോ ഉണ്ടാവുക. അപ്പൊ അതേപോലെ ആദ്യത്തെ പീസ് എടുക്കുക. അതിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ സെന്ററിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ നല്ല വശം വെക്കുക. നല്ല വശത്തിന്റെ മുകളിലാണ് നല്ല വശം വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. എന്റെ 2 ക്ലോത്തും അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ ലൈനിങ് യൂസ് ചെയ്യാത്തത്. നിങ്ങളുടെ ക്ലോത്തിന് തീരെ കട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് യൂസ് ചെയ്യാം കേട്ടോ. ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ട്രെയിറ്റ് കുർത്തി ചെയ്യാനും ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് എലൈൻ കുർത്തി ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൺ ലിനൻ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ആണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ആ ഒരു ക്ലോത്തിൽ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല കോട്ടൺ കിട്ടുകയാണെങ്കിൽ കോട്ടൺ എടുക്കാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷിഫോൺ ആണ് പ്രിഫർ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഷിഫോണോ ജോർജറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതുപോലെ നമ്മൾ താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നമ്മൾ മറിച്ചിട്ട്, അതായത് നമ്മുടെ നല്ല ഭാഗത്തേക്ക് എടുത്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് സൈഡിലേക്കായിട്ട്, അതായത് ആ സ്റ്റിച്ച് ചെയ്ത പീസ് ബ്ലാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാണ്. ഇതേപോലെ നമ്മളിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് ചുളിവുകൾ ഇല്ലാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ ഈ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിനൊരു ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവിടെ അങ്ങനെ ചുളിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് ഭാഗത്തും കൈ വെച്ചിട്ട് ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, ചുളിവുകൾ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്. കാരണം ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം മുകൾ വശം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ലെവൽ വ്യത്യാസം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. അതായത് മൊത്തമായിട്ട് നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ആദ്യം നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ റൗണ്ട് ആയിട്ട് ഇതേപോലെ നെക്ക് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമ്മൾ നേരത്തെ റൗണ്ട് നെക്ക് വരച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബി ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഈ വി നെക്ക് നമ്മൾ വരച്ചിട്ടുള്ളത് 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ്. അതായത് ഒട്ടാകെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൽ 4 ഇഞ്ച് നമ്മൾ റൗണ്ട് നെക്ക് വരച്ചു, ബാക്കി 2 ഇഞ്ചിൽ നമ്മൾ വി നെക്ക് വരച്ചു. ഈ 2 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഇനി ബാക്കിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കാം. അതും ഇതേപോലെ തന്നെ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, 4 ഇഞ്ചാണ് ഞാൻ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇതും നമുക്ക് ഏത് പീസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പീസിലൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ ഈ സെന്റർ നമ്മൾ ഇതേപോലെ അടയാളം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഒരു നോച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നെക്ക് അതായത് ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച പീസ്, ഈ പീസിന്റെയും സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കണം. രണ്ടും സെന്റർ ടു സെന്റർ വെക്കുക. നമ്മുടെ അതായത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെക്കുന്നത്. സെന്റർ ടു സെന്റർ വെക്കുക. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ നെക്ക് ഇരിക്കുന്നതെന്ന് വെച്ചാൽ സെയിം അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ നമ്മൾ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തും ഉണ്ടല്ലോ, ആ ക്ലോത്തും ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിലും മെയിൻ ക്ലോത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിലും വെക്കുക. എന്നിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെന്റർ പോർഷൻ എത്തുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, സെയിം അതേപോലെ തന്നെ നെക്കിന്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഫുള്ളായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ അടിവശത്തേക്ക് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി ഈ നെക്കിന്റെ ഷേപ്പ് അതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിന് ബലവും ഉണ്ടാവും, നല്ല പെർഫെക്ഷനും ഉണ്ടാവും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിലെ ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സെയിം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ പീസും ചെയ്യാം. ഫ്രണ്ടിൽ ചെയ്ത സെയിം പോലെ തന്നെയാണ് നല്ല വശത്തിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വെക്കുക. രണ്ടും സെന്റർ ടു സെന്റർ വെക്കുക, പിൻ കുത്തി കൊടുക്കുക. ഇവിടെ നമുക്ക് റൗണ്ട് നെക്കാണ്, അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ റൗണ്ട് നെക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. 4 ഇഞ്ചിൽ ക്ലോത്ത് വെക്കുക. ഈ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക കേട്ടോ. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ 2 പീസ് വേണം. നമ്മുടെ സ്ലീവിന്റെ താഴ്വശത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവിന്റെ താഴ്വശത്ത് എത്രയാണ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലീവിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്ലോത്തിന്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിട്ട് 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത
സ്റ്റിച്ച് പുറമേക്ക്, അതായത് വെളിയിലേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതേപോലെ 2 പീസിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലോത്തിലേക്ക്, അതായത് നമ്മുടെ കുർത്തിയിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവിന്റെ നല്ല വശമാണ് കുർത്തിന്റെ നല്ല വശം. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശമാണ് വെക്കേണ്ടത്. ഷോൾഡറിന്റെ മുകളിൽ സ്ലീവിന്റെ സെന്റർ ആണ് വെക്കേണ്ടത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലീവിന് ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെന്റർ ആണ് വെക്കേണ്ടത്. എന്നിട്ട് സെന്ററിൽ നിന്ന് ആദ്യം ഒരു എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സെന്ററിൽ നിന്ന് അടുത്ത എൻഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും 2 സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. സൈഡിലുള്ള അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ എലൈൻ കുർത്തിയാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതല്ല സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിപ്പിന്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ താഴ്വശവും കൂടി മടക്കി തയ്ക്കുക. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.